ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ സഭയുടെ വലിയൊരു ധീരപുത്രനാണ്. അദ്ദേഹം വിശ്വാസം സംരക്ഷിക്കുകയും വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കോതമംഗലം പ്രദേശത്ത് 1920 ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വരികയും ഈ പ്രദേശത്ത് അനേകർക്ക് സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ആളുകൾക്ക് ഒത്തിരിയേറെ ദാരിദ്ര്യവും രോഗവും മൂലം കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ ശരീരത്തിലൂടെ ആത്മാവിലേക്ക് എന്നുള്ളതാണ്. അദ്ദേഹം അതിനുവേണ്ടി ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് ആതുര ശുശ്രൂഷയ്ക്കായിട്ടൊരു കോൺഗ്രിഗേഷൻ, MSC കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ വിശ്വാസ പ്രഘോഷണമായിരുന്നു. വിശ്വാസ പ്രചാര സംഘം, വേദപ്രചാര സംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം എറണാകുളം രൂപതയിൽ തുടങ്ങി. അതിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു. അപ്പം അദ്ദേഹം ഈ നാട്ടിലെ അനേകായിരങ്ങൾക്ക് സുവിശേഷം വിശ്വാസ ദീപം പകർന്നു കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ധന്യനായി ഉയർത്തപ്പെടുമ്പോൾ ഈ പ്രദേശത്തിന് എറണാകുളം, കോതമംഗലം, ഇടുക്കി രൂപതകൾക്ക് ഏറെ സന്തോഷമുള്ള ഒരവസരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഴിയായി ഈ പ്രദേശമെല്ലാം ധന്യമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മധ്യസ്ഥം ഇനിയും ഈ നാടിനും ലോകത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലും ചരിത്രത്തിൽ നിന്നുള്ള വായനയിലൂടെയും ധർമ്മഗിരി സന്യാസി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് കൂടുതൽ എനിക്ക് പഞ്ഞിക്കാരനച്ഛനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ദീർഘകാലം കോതമംഗലം ഭാഗത്ത് വലിയ സേവനം ചെയ്ത വലിയ ഒരു വ്യക്തിയാണ്, വലിയൊരു വിശുദ്ധിയുള്ള വ്യക്തിയാണ്. കോതമംഗലം ഭാഗത്ത് അദ്ദേഹം വേദപ്രചാര സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ ഈ ഒരു മേഖലയിൽ വളരെയേറെ രോഗികളും കാർഷികമായ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അനുകമ്പ തോന്നി. അങ്ങനെ അവരുടെ ഇടയിൽ ആതുര ശുശ്രൂഷ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. പിന്നീട് ആ പ്രവർത്തനം മുന്നോട്ട് പോകുവാൻ വേണ്ടി ധർമ്മഗിരി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ആരംഭിച്ചു. അതിനു മുമ്പ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് പഞ്ഞിക്കാരനച്ഛനാണ്. യഥാർത്ഥത്തിൽ ഈ കോതമംഗലം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ വലിയൊരു വ്യക്തിത്വമാണ് ജോസഫ് അച്ഛൻ. ഇപ്പോൾ അദ്ദേഹത്തെ സഭ ധന്യ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു ആഹ്ലാദമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഓർമ്മകൾ ധർമ്മഗിരി സിസ്റ്റേഴ്സിലൂടെ അദ്ദേഹത്തിൻ്റെ നന്മകൾ സ്വീകരിക്കുന്ന അനേകം ജനങ്ങളിലൂടെ അത് തുടരും. പ്രത്യേകിച്ച് MSC സന്യാസി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം തുടരുന്നത്. നമുക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ ലഭിച്ചതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു.